ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എയിൻസ് വേൾഡ്. ഇന്ന് നമ്മളൊരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നല്ലതുപോലെ പേസ്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി ഒരു കുക്കറിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലപോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് മീറ്റ് മസാല, ആവശ്യത്തിന് മുളക് പൊടി ഇവയെല്ലാം ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില, കുറച്ച് മല്ലിയില എല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ബീഫ് വെന്തതിന് ശേഷം നമ്മൾ ആ ബീഫൊക്കെ കോരി മാറ്റണം. കുക്കറിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ആ ഗ്രേവി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം റൈസ് കുക്കാവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓൾറെഡി റൈസ് സോക്ക് ചെയ്താണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ കുക്കറിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. റൈസ് കുക്കായതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റെസിപ്പി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.